Download now. CC Learning app. ഹായ് ആൾ, വെൽക്കം ടു CC. എൻ്റെ പേര് കൈലാസ് സാർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് KCB ഇലക്ട്രിസിറ്റി വർക്കിനെ കുറിച്ച് PVQ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാച്ച് CCയിൽ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് KCB ഇലക്ട്രിസിറ്റി വർക്കിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മുടെ CC ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് PVQ ഡിസ്കഷനും ഡെയിലി മോക്ക് ടെസ്റ്റും ആണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓംസ് ലോ ഈസ് വാലിഡ് ഫോർ ഓപ്ഷൻസ് ഓൾ മെറ്റീരിയൽസ്, ഓൺലി മെറ്റൽസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഓൺലി സെമി കണ്ടക്ടേഴ്സ്, ഓൺലി ഇൻസുലേറ്റേഴ്സ്. നമുക്കറിയാം ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്താ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് എന്നല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൺലി മെറ്റൽസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ എന്താ? വെൻ ടെമ്പറേച്ചർ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻസ് ആർ കോൺസ്റ്റന്റ് മെറ്റൽ ഒബേ ഇറ്റ് റീസണബിളി വെൽ. എന്താ? മെറ്റൽസ് ഓംസിലും നല്ലപോലെ ഒബേ ചെയ്യും. Semiconductors and insulators don't follow the linear VI characteristics. അപ്പം സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നോണോമിക് കണ്ടക്ടേഴ്സ് ആണ്. എന്ത്? ഓംസിൽ ഒബേ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. ഓപ്ഷൻസ് എന്താ? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻ മോട്ടർ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് ടോർക്ക്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതും ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എവിടെയെങ്കിലും ജനറേറ്റർ ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് ഓപ്ഷനിൽ മോട്ടർ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷനിൽ ഒരു കറണ്ട് പറയുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ടോർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറേറ്ററിലാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് വഴി ഒരു EMF ഉണ്ടാകുകയും അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ആകുകയും ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ റീസൺ നോക്കുക. റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് അവിടുത്തെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ അത് മോട്ടറാണ്. അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ കണ്ടുപിടിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കിർച്ചോഫ് കറണ്ട് ലോ ഈസ് ബേസ്ഡ് ഓൺ. കിർച്ചോഫിന്റെ കറണ്ട് ലോ എന്തിനെ ബേസ് ചെയ്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ചാർജ്, ഓംസ് ലോ, ഫാരഡേസ് ലോ. അപ്പോൾ കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത് കറണ്ട് എൻ്ററിംഗ് ടു എ പോയിന്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദ പോയിന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കറണ്ട് എന്ന് വെച്ചാൽ എന്താ? ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കയറുന്ന കറണ്ടും ഇറങ്ങുന്ന കറണ്ട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ചാർജ് കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് കേട്ടോ. അതിൻ്റെ റീസൺ നോക്കുക. കറണ്ട് എൻ്ററിങ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. സോ ഹിയർ ചാർജ് ഈസ് കൺസേർവ്ഡ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു. സെൽസ് എന്തിനാണ് സീരീസിൽ കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ ഇൻക്രീസ് കറണ്ട് കപ്പാസിറ്റി, ഇൻക്രീസ് വോൾട്ടേജ്, ഡിക്രീസ് റെസിസ്റ്റൻസ്, റെഡ്യൂസ് പവർ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, സെൽസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ വോൾട്ടേജ് കൂടും. ഓക്കെ. ഇനി സെൽസ് പാരലായിട്ടാണെങ്കിൽ അവിടെ അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി കൂടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ടു ഇൻക്രീസ് വോൾട്ടേജ് ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, സീരീസ് ആയിട്ടാണെങ്കിൽ അവിടെ വോൾട്ടേജ് ആഡ് ആകും, വോൾട്ടേജ് കൂടും. പിന്നെ ഈ പാരലായിട്ടാണെങ്കിലോ അവിടുത്തെ ആ സെല്ലിൻ്റെ കറണ്ട് കപ്പാസിറ്റി ഇൻക്രീസ് ആകുക ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. എ കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ്. കപ്പാസിറ്റർ എന്ത് ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാ? മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, ഹീറ്റ്, കറണ്ട്. എപ്പോഴും ഓർത്തിരിക്കുക, കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ നമ്മൾ LCR സർക്യൂട്ടൊക്കെ നമ്മൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ എപ്പോഴും ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമിലാണ്. അതേപോലെ തന്നെ നമ്മൾ കപ്പാസിറ്റർ പോലെ തന്നെ പഠിക്കുന്ന വേറൊരു ഡിവൈസാണ് ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇൻഡക്ടറിൻ്റെ കാര്യത്തിൽ അത് മാഗ്നറ്റിക് ഫീൽഡായിട്ടാണ് ചാർജ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓർത്തോളാം, ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ CCയിൽ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തമ്മിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് PSCക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അവൈലബിൾ ആണ്. ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ്, PVQ ഡിസ്കഷൻ എല്ലാം അവൈലബിൾ ആണ്. താങ്ക് യു.